വടകര ടൗൺ റോട്ടറി ക്ലബ്ബും വിംസ് മഹാരാജ കോളേജും കോഴിക്കോട് റൂറൽ പോലീസുമായി സഹകരിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ക്യാമ്പയിൻ വടകര നർക്കോട്ടിക് ഡിവൈഎസ്പി റാന ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. വടകര ടൗൺ റോട്ടറി ക്ലബ്ബും വിംസ് മഹാരാജാസ് കോളേജും കേരള പോലീസ് കോഴിക്കോട് റൂറലുമായി സഹകരിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം നർക്കോട്ടിക് ഡിവൈഎസ്പി റാന ചന്ദ്രൻ നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അല്ലേ, അപ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രതീകാത്മകമായി ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് നശിപ്പിക്കുകയാണ്. സ്നേഹമെവിടെ, ലോകമാനവികതയെവിടെ, മനുഷ്യ സ്നേഹമെവിടെ, ലോകമാനവികതയെവിടെ. ഇനി ഞങ്ങൾ പറയുവാൻ ഈ മായാജാലക്കാട്ടിൽ നല്ല രീതിയിലുള്ള ലഹരിയുണ്ട്, ചീത്ത രീതിയിലുള്ള ലഹരി. എന്തുകൊണ്ട് നമ്മൾ ഡ്രഗ്സ് ഉപയോഗിച്ചുള്ള ലഹരി അതൊരു ബാഡ് ആയിട്ട് നമ്മൾ കരുതുന്നതെന്ന് വെച്ചാൽ അത് സമൂഹത്തിൻ്റെ വികസനത്തിനും ഉന്നമനത്തിനും എതിരാണ്. അതാണ് ഇതിനെതിരെ നമ്മൾ ഈ മയക്കുമരുന്ന്, അത് തന്നെ മയക്കുമരുന്ന് മാത്രമല്ല, ബാഡ് രീതിയിലുള്ള ലഹരി എന്തും മോശം തന്നെയാണ്. അതാണ് നെഗറ്റീവ് ആസ്പെക്റ്റിലുള്ള ലഹരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സമൂഹത്തിനോ വ്യക്തികൾക്കോ കുടുംബത്തിനോ ഒരു നേട്ടമില്ല. നേട്ടമില്ല എന്ന് മാത്രമല്ല, തീർച്ചയായും സമൂഹത്തിൻ്റെ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അതിനൊരു പോസിറ്റീവ് എനർജി ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ്. പക്ഷെ ലഹരിയുള്ള മേഖലകൾ നിങ്ങൾ പഠിക്കുന്നത് ഒരു ലഹരിയാകും, ഒരു ലഹരിയാകും. ഞാൻ 2007 ഡയറക്ടർ സബ് ഇൻസ്പെക്ടറായി കേരള പോലീസിൽ ജോലിയിൽ പ്രവേശിച്ച വ്യക്തിയാണ്. ഞാനതിൽ 8ാം റാങ്കറിനായിരുന്നു. ഞാൻ ഇപ്പോഴ് കോഴിക്കോട് റൂറലിലെ നാർക്കോട്ടിക്സിൻ്റെ DSP ആണ്. എനിക്ക് ഇനി 10 വർഷം സർവീസ്. ആലോചിച്ച് നോക്കൂ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ജോലി മേടിച്ചു. അത് എൻ്റെ കഴിവ് മാത്രമല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെയും ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ആൾക്കാരുടെയും പോലത്തെ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. അവരിൽ എനിക്ക് തന്ന ലഹരിയാണ് ഞാൻ പഠിത്തം. അത് പോസിറ്റീവ് എനർജി ആയിട്ട് ഇതെൻ്റെ 4ാമത്തെ ജോലിയാണ്. എൻ്റെ 4ാമത്തെ ജോലി ഞാൻ റവന്യൂ വകുപ്പിലുണ്ടായിരുന്നു, അഗ്രികൾച്ചർ വകുപ്പിലുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനിതിൽ 8ാം റാങ്ക് മേടിച്ച് ഞാൻ. അപ്പം ലഹരിയുടെ വ്യത്യസ്ത വശങ്ങളെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരു ലഹരിയാക്കും. അതിന് പുറമല്ല, നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരു ലഹരിയാക്കും. വാട്സാപ്പിൽ ഈ ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് ലഹരി. ആക്ച്വൽ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് നടത്തുന്നതാണ് ലഹരി. വടകര ടൗൺ റോട്ടറി പ്രസിഡന്റ് ബിജിത്ത് MK അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ലഹരിയുടെ ഉപയോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് വിദ്യാർത്ഥികളിലാണ്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ലഹരിയുടെ ഈ മാഫിയകൾ ഈ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും എളുപ്പത്തിൽ ഇത് വിൽപ്പന നടത്താൻ പറ്റുന്നത് എന്നതുകൊണ്ടാണ് ഈ കുട്ടികളെ ഇതിനായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മുടെയും അധ്യാപകരുടെയും എല്ലാം നാട്ടുകാരുടെയും എല്ലാം ഒരു ഉത്തരവാദിത്തമാണ്. തീർച്ചയായും തികഞ്ഞ ഈ ബോധത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി വിംസ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും മജീഷ്യൻ സനീഷ് വടകരയുടെ മേജിക് ഷോയും അരങ്ങേറി. അടിറാക്കമ്മ കൊത്തോട് മുത്തു തരമോ
എൻ വിദ്യാസാഗർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വടകര റോട്ടറി സെക്രട്ടറി സരിത് കുന്നത്ത്, മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ദിനേശൻ മരുതോങ്കര, PDG പ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.